Good morning, all. Okay, can you just do the vice note here now? Nature of employee relations are like okay, vice note here now. Next the scope of employee relations are doubt. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, scope of employee relations. നമ്മൾ പറഞ്ഞിരുന്നു employee relations എന്ന് പറയുമ്പോൾ തൊഴിലുടമ തൊഴിലാളികൾ employer employee relationship മാത്രം കീപ്പ് ചെയ്ത എന്താണ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമുക്കറിയാം വ്യത്യസ്ത മേഖലകളൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബന്ധത്തോട് ആവശ്യമാണ്. നമുക്ക് ഏതൊക്കെ മേഖലകളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞ പലതരത്തിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യുന്നത് നോക്കാം. അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന്. The scope of industrial relations comprises all sorts of relations in an industry, like creating and nurturing useful and friendly labor management relations, industrial harmony and industrial democracy. അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമ്മൾ പറയാണ് എപ്പോഴും അല്ലെ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ നല്ല നർട്ടറിങ് യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ എന്താണ് നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുക, നല്ല രീതിയിലുള്ള ബന്ധം അല്ലെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് എപ്പോഴും അതിനുള്ള സ്കോപ്പ് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഫ്രണ്ട്ലി ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, ഇൻഡസ്ട്രിയൽ ഹാർമണി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. നമുക്കറിയാം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിലാണ് വ്യാപാര ബന്ധം അല്ലെ. നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിലൊക്കെ പരസ്പരം നല്ല സൗഹൃദത്തോടു കൂടിയിട്ട് കരാറുകളിലൊക്കെ ഏർപ്പെടും അല്ലെ. ആ വ്യാപാര ബന്ധം ആ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താ പ്രത്യേകത? അത് ഒറ്റക്കെട്ടായിട്ട് മുന്നേറാനായിട്ട് സഹായിക്കും അല്ലെ. ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ പറഞ്ഞ വ്യാപാര ബന്ധങ്ങളൊക്കെ നല്ല ഫ്രണ്ട്ലി സൗഹൃദപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷനെ വിചാരിച്ച ഗോൾസ് എത്രയും പെട്ടെന്ന് തന്നെ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. In any industry, the workers who work with each other not only influence the work relations, but also influence the social, economic, political, professional, and moral lives of individuals doing jobs at various organizations. Okay. നമുക്കറിയാം പരസ്പരം വർക്ക് ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയി വരുന്നത് തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അവർ പരസ്പരം വർക്ക് ചെയ്ത് പോകണം എന്നുള്ള ഒരു കാര്യം മാത്രമല്ല അവിടെ പ്രധാനമായിട്ടും അവരെ പ്രചോദിപ്പിക്കുന്നത് അല്ലെ. വർക്ക് ചെയ്യണമെന്ന് മാത്രമല്ല അവര് താല്പര്യപ്പെടുന്നത് സമൂഹത്തില് അല്ലെ ഒരു ഡിഗ്നിറ്റി ഉണ്ടാവണം, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരുത്തണം. തീർച്ചയായിട്ടും നമുക്കറിയാം പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെ എല്ലാവരുമായിട്ട് നല്ലൊരു ഡീലിങ്സോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിരിക്കും ഏതൊരു തൊഴിലാളിയും ആഗ്രഹിക്കുന്നു, ഒപ്പം തൊഴിലുടമയും ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ചിലർക്കൊക്കെ ചില പ്രൊഫഷണലൊക്കെ ധാർമ്മികമായിട്ടുള്ള കുറെ കാഴ്ചപ്പാടുകളുണ്ട് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സിന് പേഷ്യൻസിനെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ലിവിങ് അല്ലെ അവരുടെ ജീവൻ രക്ഷാ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം. ചിലപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ കേസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ കൂടി അവർക്ക് മാനസികമായ പരിഗണന കൊടുക്കേണ്ട പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അല്ലെ. കാരണം
അവർ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് ചില പ്രതിജ്ഞകളൊക്കെ നിറവേറ്റി അല്ലെ, അവരുടെയൊക്കെ സ്റ്റാർട്ടിങ്ങിലെ പ്രതിജ്ഞകളൊക്കെ അവിടെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് അവരുടെ പ്രൊഫഷനൊക്കെ സ്വീകരിക്കുന്നത്. സോ പ്രൊഫഷണലി അവർക്ക് നമുക്കറിയാം അവരുടെ മോറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ധാർമ്മികമായ കാഴ്ചപ്പാടുകളുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചില പ്രചോദനങ്ങൾ അല്ലെ ഇൻഫ്ലുവൻസുകൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് നീങ്ങേണ്ടതായിട്ട് വരുന്നു. നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള അല്ലെ ഏതൊരു എംപ്ലോയീസിനാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കുറെ വശങ്ങളുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒത്തിണങ്ങി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇവിടെ പറയാണ് ഇൻഡസ്ട്രി is a small social universe in itself. Currently, the scope of employee relations comprises of the following fields. ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വലിയ വ്യാപാരം അല്ലെ, ഒരു കമ്പനി ആണെങ്കിലും ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിലും ഒരു സോഷ്യൽ ആയിട്ടുള്ള യൂണിവേഴ്സ് അല്ലെ, ഒരു ലോകം തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അപ്പൊ അതായത് നമുക്കറിയാം ഒരു കമ്പനിക്കും പൊളിറ്റിക്കൽ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളെ അവിടെ കീപ്പ് ചെയ്യാതെ അതല്ലെങ്കിലും അല്ലെ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസുമായ കാര്യങ്ങളൊക്കെ പരിഗണിക്കാതെ ഒന്നും അങ്ങനെയൊന്നും പ്രത്യേകമായിട്ട് ഒന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. എല്ലാം ഒത്തിണങ്ങി മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷനിൽ നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ അതില് വീണ്ടും പറയാണ് എന്തൊക്കെ ഫീൽഡുകളാണ് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നു പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്. എന്താണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? നോക്കാം, അതിന്റെ വിവിധ നിയമങ്ങളൊക്കെ എപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്. നോക്കാം. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് ഓർ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഓർ എംപ്ലോയി ഇൻവോൾവ്മെന്റ്. ഓക്കെ, നമ്മളെ പറഞ്ഞു തൊഴിലാളി തൊഴിലുടമ ബന്ധം അവിടെ പ്രധാനമായിട്ടും ആവശ്യമായിട്ടുള്ള റിലേഷൻ ആണ് അല്ലെ. മറ്റെന്തെല്ലാം റിലേഷനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആണ് അവിടെയുള്ള ആ ചട്ടക്കൂടിനുള്ളിലുള്ള തൊഴിലുടമ തൊഴിലാളികളുടെ ബന്ധം അല്ലെ. അവിടെ തീർച്ചയായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്, തൊഴിലാളികളെ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന അല്ലെ, അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് എല്ലാ നടപടികളും സ്വീകരിക്കുന്നത്. ഇൻ കേസ് നിയമങ്ങൾ പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഒരു ടാർജറ്റ് ഇതൊക്കെ തീരുമാനിക്കുമ്പോഴൊക്കെ തൊഴിലാളികളെ കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് അത് തീർച്ചയായിട്ടും ഏതൊരു ഓർഗനൈസേഷനിലും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഓർ എംപ്ലോയി ഇൻവോൾവ്മെന്റ്. ആ ഒരു ഹെഡിങ്ങുകളിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. എന്താണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് എംപ്ലോയീസ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദ ഓർഗനൈസേഷൻ by contributing in actions such as forming work schedules, goal setting, and giving ideas or suggestions. ഓക്കെ, അപ്പോ ഇൻ കേസ് ഓർഗനൈസേഷനിൽ നമുക്കറിയാം പല കാര്യങ്ങളും അവിടെ തീരുമാനങ്ങളൊക്കെ എടുത്ത് നടപ്പാക്കേണ്ടതുണ്ട്. ഒരു എന്താണ് ലക്ഷ്യം എന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ക്രമങ്ങളൊക്കെ അല്ലെ ക്രമാത്മകമായിട്ടൊക്കെ ക്രിയാത്മകമായിട്ടൊക്കെ ചിന്തിച്ചത് ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഐഡിയാസ് അല്ലെങ്കിൽ സജഷൻസ് എംപ്ലോയിയുടെയും കൂടി നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് അവിടെ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഇൻ കേസ് അങ്ങനെയൊക്കെ കൊടുത്താലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന് എളുപ്പത്തിൽ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ശരിയല്ലേ? ആണോ? എംപ്ലോയീസിനെ പങ്കാളിയാക്കേണ്ടതുണ്ടോ? എന്തെങ്കിലും ടാർഗറ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടോ? വേണ്ടി വരും അല്ലെ. അല്ലാതെ അവര് ഒന്നും അല്ലെ ഒരു മീറ്റിംഗിലൊന്നും പങ്കെടുപ്പിക്കാതെ അവർ കുറച്ച് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുക, ഇന്ന രീതിയിൽ അങ്ങനെ ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു കുറച്ച് സജഷൻസ് നിർദ്ദേശങ്ങൾ മാത്രം കൊടുത്താൽ അവരത് അല്ലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ അവരെ കൂടി ഇൻവോൾവ് ചെയ്ത് ചില ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ എന്താണ് അവർക്ക് ഒരു സിൻസിയർ ആയിട്ട് അല്ലെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അല്ലെ താല്പര്യം ഉണ്ടാവും. കാരണം നമ്മളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്രയും ടാർഗറ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഇന്ന തീരുമാനങ്ങൾ നടപ്പാക്കിയാൽ നമുക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് എളുപ്പമാണോ അല്ലെ, അവരുടെയും കൂടി അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് അതും കൂടി ശ്രദ്ധിച്ചിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസും ഒരു സിൻസിയർ അല്ലെ അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ആ ഓർഗനൈസേഷനോട് അല്ല, അതനുസരിച്ചിട്ട് അവര് മാക്സിമം അപ്പോഴോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്, അതായത് തൊഴിലാളികളുടെയും കൂടി ഇൻവോൾവ്മെന്റ് ആണ് അവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ്, തർക്കങ്ങൾ സെറ്റിൽമെന്റ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും തർക്കങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഹ്യൂമൻ ബിഹേവിയർ അല്ലെ അത് ഡിഫറെന്റ് ആണ്. എല്ലാ ഓർഗനൈസേഷനിലും ഒരുപാട് ഹ്യൂമൻ വർക്ക് ചെയ്യുന്നുണ്ട്.
സോ അവരുടെ ബിഹേവിയർ വ്യത്യസ്തമാണ്. നോക്കാം. എനി discrepancy in industrial relations can give rise to industrial disputes. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് സ്ട്രൈക്സ്, എന്താണ് പ്രൊട്ടക്ട്സ്, ലോക്കൌട്ട്സ്, കട്ട് ബാക്സ്, ഫയറിംഗ് ഓഫ് എംപ്ലോയീസ് എക്സെട്ര. ഓക്കെ, എനിവേ ഏതെങ്കിലും രീതിയിൽ അല്ലെ ചിലപ്പോ അവര് സ്ട്രൈക്ക് ആയിട്ട് മുന്നോട്ട് വരും, ചിലപ്പോ എന്താണ് തൊഴില് വിട്ടു നിൽക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ചിലപ്പോ അല്ലെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചിലപ്പോ ചില തീരുമാനങ്ങൾ അവര് ഫോളോ ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഫയറിംഗ് അല്ലെങ്കിൽ അറ്റാക്സുകൾ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് വരാനായിട്ട് സാധ്യതകളുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 is a major എന്താണ് legislation for identifying and resolving the industrial disputes. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് നിയമങ്ങൾക്കാണ് അല്ലെ, നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട്. ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ തൊഴിലുടമ തൊഴിലാളികൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് മാത്രം ഫോളോ ചെയ്ത് മാത്രം പോകാനായിട്ട് മുന്നോട്ട് പറ്റില്ല അല്ലെ. കാരണം എന്തെങ്കിലും തർക്കങ്ങൾ ഇവര് തമ്മിൽ വരുമ്പോൾ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് എന്താവശ്യമാണ്, നിയമങ്ങളുടെ പിൻബലം അവിടെ ആവശ്യമാണ്. അപ്പൊ നിയമാനുസൃതമായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനായിട്ട് പാടുള്ളൂ അല്ലെ. നിയമങ്ങളിലെ ഇന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചില ആക്ടുകളിൽ ഇന്ന ഇത്രയും മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത്രയൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ഏതൊരു ഇൻഡസ്ട്രിയും ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോഴെന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അല്ലെ, ആ രീതിയിലുള്ള നിയമാനുസൃതമായിട്ടുള്ള ഒരു സോൾവെന്റ് അല്ലെ, അവിടെ സൊല്യൂഷൻസ് ആണ് നമുക്ക് അതിന് ഫേവറബിൾ ആയിട്ട് വരുന്നത്, തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോ ആ ഒരു ഇയറും നോട്ട് ചെയ്യുക. ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്താണ് 1947. ഫസ്റ്റ് പോയിന്റില് നമ്മൾ പറഞ്ഞു പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിന് വ്യത്യസ്ത പേരുകൾ അറിയപ്പെടാമെന്ന് പറഞ്ഞു. ഇൻ കേസ് നമ്മളോട് പറയുകയാണ് എന്താണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ അതർ നെയിം എന്ന് പറയുന്നത് എന്താണ് ഇതില് അല്ലെ, നമുക്ക് ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, അത് പങ്കാളികളെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് അല്ലെ, അല്ലെങ്കിൽ എംപ്ലോയി ഇൻവോൾവ്മെന്റ്. അങ്ങനെ ആ വ്യത്യസ്ത പേരുകളൊന്ന് നോട്ട് ചെയ്ത് പോവുക. സെക്കൻഡ് പോയിന്റില് പൊതുവെ കാണാറുള്ളത് എന്താണ് നമ്മുടെ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെ, അത് 1947 നോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സ്റ്റാർട്ടിങ് മുതൽ 2 പോയിന്റ് വരെ ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് ട്രേഡ് യൂണിയൻസ്. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, അവിടെ തീർച്ചയായിട്ടും തൊഴിലാളി തൊഴിലുടമ മാത്രമല്ല ഈ പറഞ്ഞ നിയമങ്ങൾ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനപ്പുറം തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന യൂണിയനുകൾ അല്ലെ, അവരായിട്ട് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്യണം അല്ലെ. നല്ലൊരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്തി പോയാൽ മാത്രമാണ് ഓർഗനൈസേഷനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ട്രേഡ് യൂണിയൻ is a long lasting association created by employees in order to gain benefits out of the industry. അല്ലെ, അവിടെ ഇൻഡസ്ട്രിയില് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരു നീണ്ട നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സംഘടനയാണ് എന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുന്ന എംപ്ലോയീസിന്റേതായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസുകൾ അത് സോൾവ് ചെയ്യാനായിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും അവർ ബാർഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലും യൂണിയൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ യൂണിയനും അല്ലെ ഒരു നല്ല രീതിയിലുള്ള സൗഹൃദ അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. It is a permanent association of workers formed with the aim of enhancing and sustaining their working environment. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനകൾ പെർമനന്റ് ആയിട്ടുള്ള അസോസിയേഷൻസ് ആണ്. തീർച്ചയായിട്ടും അല്ലെ അവിടെ എംപ്ലോയിയുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ് ആയിരിക്കാം, സാലറി ഒക്കെ അവർക്ക് എന്താണ് അനുയോജ്യമായ രീതിയിൽ ലഭ്യമാകുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ ഒക്കെ അവിടെ തൊഴിലാളികളുടെ ഇടയിൽ കാണിക്കുന്നുണ്ടെങ്കിലൊക്കെ അതിനനുസരിച്ചിട്ടൊക്കെയുള്ള അല്ലെ കാര്യങ്ങൾ പ്രൊമോഷൻ സാധ്യതകളൊക്കെ അല്ലെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും
തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ആര് നിലകൊള്ളുന്നത്? ട്രേഡ് യൂണിയനുകൾ അവിടെ ഫോം ചെയ്യുന്നത്, നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകൾ മിക്കവാറും ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ കമ്പനികളിലൊക്കെ ഉണ്ടാവും. മെമ്പർഷിപ്പ് എടുത്തവരുടെ അല്ലെ പ്രത്യേകമായിട്ടും ഏത് യൂണിയനിലാണോ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് ആ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. സോ ട്രേഡ് യൂണിയൻ അത് കൃത്യമായിട്ട് അവരോട് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ഫ്രണ്ട്ലി ഒരു നേച്ചർ തന്നെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യം കൂടി ഇവിടെ പ്രധാനമായിട്ടുള്ളതാണ്. Okay, trade union is a long-lasting association created by employees in order to gain benefit out of the industry. Is a long-lasting association created by employees. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു അസോസിയേഷൻ ആണെങ്കിൽ, ഇൻഡസ്ട്രിയിൽ നിലകൊള്ളുന്ന ഒരു അസോസിയേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രേഡ് യൂണിയൻ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് വിളിക്കാം. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. Trade union is a long-lasting association created by employee. അവിടെ ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയി ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും യൂണിയനുകളായിരിക്കും, ട്രേഡ് യൂണിയനുകളായിരിക്കും. എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ് അത് നിലകൊള്ളുന്നത്. ഓക്കെ അല്ലേ? തേർഡ് പോയിന്റ്സ് വരെ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ? തേർഡ് പോയിന്റ് വീണ്ടും പറയേണ്ടതുണ്ടോ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് പോയേര്. നെക്സ്റ്റ് സെന്റൻസ്, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ്. എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് എന്താണോ? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള അസോസിയേഷനുകളെ നമ്മൾ ട്രേഡ് യൂണിയനിൽ വിളിച്ചു അല്ലെ? അതുകൊണ്ടാണ് അവിടെ പ്രധാനമായിട്ടും എംപ്ലോയീസ് എന്നുള്ള പദം കൊണ്ടുവന്നത് നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനുകളുണ്ട് അല്ലെ? ഇൻ കേസ് എന്തിനാ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അവര് ഇൻവെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള റിട്ടേൺ അവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടുള്ള നല്ല വർക്കിംഗ് കണ്ടീഷൻസ്, സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൊഴിലാളികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലുടമയും ക്യാപിറ്റലൊക്കെ മുടക്കിയിട്ട് തന്നെയാണ് അവിടെ ഓർഗനൈസേഷനുകളൊക്കെ ഫോം ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവരും നിശ്ചിത രീതിയിലുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇൻ കേസ് അതൊന്നും അവൈലബിൾ അല്ല എങ്കിൽ അല്ലെ, എല്ലാ എംപ്ലോയിക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റിയെന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഗവൺമെന്റിന്റെ ഒക്കെ ടാക്സും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ടൊക്കെ പേ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ എന്തെങ്കിലും രീതിയിൽ ഇവർക്കും ഇവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇഷ്യൂസുകളൊക്കെ വരുമ്പോൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനുകളാണ് തൊഴിലുടമയുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷനുകൾ. നമുക്ക് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ് ആൻഡ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഇത് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? സ്പീഡിലായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തന്നെ ഇത്തിരി സ്പീഡായിട്ട് തോന്നുന്നുണ്ട്, അതാണ് ചോദിച്ചത്. ആണോ? സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫോളോ ചെയ്ത് പോവാം. എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ്. ഓക്കെ, എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബിസിനസ് എന്റർപ്രൈസസ് and are the most important players in industrial relations. Industrial relationsന്റെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഇത് തന്നെയാണ് തൊഴിലുടമകൾ. കാരണം തൊഴിലുടമകൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ പറഞ്ഞ ഓർഗനൈസേഷൻസ്, കമ്പനിയൊക്കെ രൂപീകരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ അല്ലെ? In India, the Council of Indian Employees (CIE) അതൊക്കെ നോട്ട് ചെയ്ത് പോവുക. എന്താണ് Council of Indian Employees (CIE) and All India Organization of Employees (AIOE) are the major associations for Indian employees. തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനുകളാണ് ഈ പറഞ്ഞ CIE-യും അല്ലെങ്കിൽ AIOE-യും അല്ലെ? അതിന്റെ സ്റ്റാൻഡ് ഫോം CIE-യുടെ സ്റ്റാൻഡ് ഫോം അല്ലെ? അവിടെ അബ്രിവേഷൻസ് തന്നിട്ട് അങ്ങനെ ചോദിക്കാം. അതല്ല എങ്കിൽ ഇൻ കേസ് CIE അല്ലെങ്കിൽ AIOE എന്ന് പറയുന്നത് തൊഴിലുടമകളുടെ ഓർഗനൈസേഷൻ ആണോ തൊഴിലാളികളുടെ ഓർഗനൈസേഷൻ ആണോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, അത് തൊഴിലുടമകളുടെ ഓർഗനൈസേഷനുകളാണ്. എന്താണ്? എംപ്ലോയേഴ്സിന്റെ ഓർഗനൈസേഷൻ ആണ്. അവരുടെ പ്രോബ്ലംസുകൾ, അവരുടെ ഇഷ്യൂസുകളൊക്കെ
സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിരിക്കുന്ന സംഘടനകളാണ് ഈ പറഞ്ഞ CIEയും AIOEയും. ഓക്കെ, കൗൺസിൽ ഓഫ് ഇന്ത്യൻ എംപ്ലോയേഴ്സ്, then All India Organization of Employers. They include members from employers organization, which consists of representative organizations, then chambers of commerce and trade, and the industry association of the public sector. നമുക്കറിയാം ഇതിലെ മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് തൊഴിലുടമകളുടെ തന്നെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഇതുകളൊക്കെ തന്നെയാണ്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനിലാണെങ്കിലും അവരുടേതായിട്ടുള്ള ഇഷ്യൂസുകൾ പരിഹരിച്ചു പോവാണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പോരാടി കഴിഞ്ഞാൽ അവരുടെ ഇഷ്യൂസുകൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവരെല്ലാം സംഘടിതമായിട്ട് നിന്നുകൊണ്ട് തന്നെയായിരിക്കും അവരുടെ ഇഷ്യൂസുകൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. സോ തൊഴിലാളികളുടെ അവരുടെ ഇഷ്യൂസുകൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനകളാണ് CIEയും AIOEയും. അത് ഫസ്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ ആണ്. എംപ്ലോയീസിന്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എംപ്ലോയീസ് എന്താണ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എംപ്ലോയീസ് അസോസിയേഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും? എംപ്ലോയീസ് അസോസിയേഷൻ, നമ്മളെ എംപ്ലോയേഴ്സിന്റെ അസോസിയേഷൻ ഇപ്പൊ പറഞ്ഞു. ഇനി എംപ്ലോയീസിന്റെ അസോസിയേഷൻ എന്തായിരിക്കും? അല്ലെങ്കിൽ എംപ്ലോയീസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ, ആരായിരിക്കും? എംപ്ലോയിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് ആരാണ്? ഒരു കമ്പനിയിൽ എംപ്ലോയിയുടെ പ്രോബ്ലംസുകളുടെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഏത് ഓർഗനൈസേഷൻ ആണ് നിലകൊള്ളുന്നത്? ട്രേഡ് യൂണിയൻ. ഓക്കെ, മനസ്സിലാക്കി തന്നെ പഠിക്കാം. ട്രേഡ് യൂണിയനുകളാണ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. തൊഴിലുടമയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് CIEയും AIOEയും. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ്. നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി നമ്മൾ പറഞ്ഞു എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ഒന്നിച്ച് നിന്ന് വിലപേശേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ അവിടെ എല്ലാവരുമായിട്ട് നല്ലൊരു വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട് മുന്നേറി പോകേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും ട്രേഡ് യൂണിയനുകളായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. തൊഴിലുടമകളുടെ ഓർഗനൈസേഷനുകളായിട്ട് ഒരു നല്ല വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടണം. അതേപോലെ തന്നെ നിയമങ്ങളൊക്കെ ഓക്കെയാണോ, ആ നിയമാനുസൃതമായിട്ടുള്ള തീരുമാനങ്ങളാണോ എടുത്തിരിക്കുന്നത് നോക്കണം. അതോടൊപ്പം തന്നെ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബന്ധം, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പങ്കാളിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരിക്കണം അവിടെ ഫോളോ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് ആ ഓർഗനൈസേഷന് നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവുക. So collective bargaining, if the country strives for economic growth, maintaining industrial harmony and peace is important. ഓക്കെ, ഇവിടെ ഏതൊരു കൺട്രി ആണെങ്കിലും നമുക്കറിയാം വ്യവസായിക പുരോഗതി കൈവരിക്കുന്ന ഒരു കൺട്രിക്കാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ കൈവരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? അവിടെ വ്യാവസായികമായിട്ടുള്ള ഒരു സമാധാനം അല്ലെ. പീസ് ഇമ്പോർട്ടന്റ്, സമാധാനം അല്ലെങ്കിൽ ഐക്യം അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഡസ്ട്രിയൽ പീസ് അല്ലെ, അവിടെ തീർച്ചയായിട്ടും ഹാർമണി അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഐക്യത്തോടു കൂടിയിട്ട് അല്ലെ. ഇപ്പൊ വിവിധ വ്യാപാര സംഘടനകൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. തൊഴിലുടമകളുടെ സംഘടനകൾ, തൊഴിലാളികളുടെ സംഘടനകൾ, ഇവരൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധം അല്ലെ നിലനിർത്തി പോകേണ്ടത് അവിടെ ആവശ്യമാണ്. ഇൻഡസ്ട്രിയൽ ഹാർമണി റെഫർ ടു ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ്, അക്സെപ്റ്റൻസ് ആൻഡ് എ സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് എമംഗ് ദ വർക്കർ ആൻഡ് ക്യാപിറ്റൽ. ഓക്കെ, തൊഴിലാളികൾ അല്ലെങ്കിൽ മൂലധനം തീർച്ചയായിട്ടും ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് തൊഴിലുടമകൾ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള ഒരു പാർട്ണർഷിപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും തൊഴിലുടമയും തൊഴിലാളികളും അല്ലെങ്കിൽ തൊഴിലുടമകൾ അല്ലെ ഒന്ന് രണ്ട് കൂട്ടരൊക്കെ പാർട്ണർഷിപ്പ് ആയിട്ടൊക്കെ ആയിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം അവിടെ ആവശ്യമാണ്. ഏതെങ്കിലും ഒരു പാർട്ണർ തമ്മിൽ ഐക്യം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ആ തൊഴിലിനെ അല്ലെ അവിടെയുള്ള ആ തൊഴിലിനെ തന്നെ മൊത്തത്തില് സമാധാനം അല്ലെ നഷ്ടപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. സമാധാനത്തോടു കൂടി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് നല്ലൊരു ഐക്യം അവിടെ ആവശ്യമാണ്. Collective bargaining is the official procedure that comprises negotiation and information sharing between employees and employers, resulting in an agreement which is suitable to both the parties. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത കാര്യമൊന്നും ഉണ്ടാവില്ല.
പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. നമുക്കറിയാം ഹ്യൂമൻ ബിഹേവിയറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള നേച്ചർ ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഇൻ കേസ് തൊഴിലാളികൾ തമ്മിലായിരിക്കാം, തൊഴിലുടമയും തൊഴിലാളികളൊക്കെ തമ്മിലായിരിക്കാം പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്നത്. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ള പ്രൊസീജിയറിൽ അല്ലെ, ആ നടപടി പ്രകാരം നമുക്ക് കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എങ്ങനെ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് നടക്കുക? എന്തെങ്കിലും ചർച്ചകൾ സംഘടിപ്പിക്കും അല്ലെ, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുകൂട്ടരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകളൊക്കെ സംഘടിപ്പിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ റെഡിയാവും. ഇരുകൂട്ടരുടെയും വാദപ്രതിവാദങ്ങൾക്കൊക്കെ ശേഷം ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടും. അങ്ങനെ എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്താ പ്രത്യേകത? സമാധാനത്തോട് കൂടിയിട്ട് അല്ലെ, ഇരുകൂട്ടർക്കും ബേർഡൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് താങ്ങാതെ അല്ലെ, ഇരുകൂട്ടർക്കും വലിയ ഫേവറബിൾ അല്ലെ, വലിയ കുഴപ്പമില്ലാത്ത ഫേവറബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ആ ഒരു നെഗോഷിയേഷനിൽ, ആ ചർച്ചയിൽ സാധ്യമാകും. അങ്ങനെയാണ് നമ്മൾ എഗ്രിമെന്റിലേക്ക് എത്തുന്നത് അല്ലെ. തൊഴിലുടമയാണെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാനായിട്ട് തൊഴിലുടമയും തയ്യാറാവില്ല, തൊഴിലാളികളാണെങ്കിലും ഒരുപാട് സഫർ ചെയ്യാനായിട്ട് അവരും തയ്യാറാവില്ല അല്ലെ. അവര് ജോലി എടുക്കുന്നതനുസരിച്ചിട്ടുള്ള റിട്ടേൺ അവരും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലുടമ ഇൻവെസ്റ്റ് ചെയ്തതനുസരിച്ചിട്ടുള്ള റിട്ടേൺ തൊഴിലുടമയും ആഗ്രഹിക്കുന്നുണ്ട്. സോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇരുകൂട്ടർക്കും അല്ലെ, ഇരുകൂട്ടർക്കും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു എഗ്രിമെന്റിലേക്ക്, അങ്ങനെയുള്ള ചർച്ച അവസാനിക്കുമ്പോഴാണ് സമാധാനപൂർവ്വമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. This process involves both the parties. However, in many countries, the government plays a vital role in encouraging collective bargaining by creating relevant law for it. ഓക്കെ, ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില നിയമങ്ങളൊക്കെ അല്ലെ, അണ്ടർ ദിസ് ആക്ട് അല്ലെങ്കിൽ സബ്സെക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആക്ടുകൾക്കൊക്കെ ചിലപ്പോൾ അമെന്റ്മെന്റ്സ് ഒക്കെ ഭേദഗതികളൊക്കെ വരുത്തുന്നതിന് കാരണം എന്താ? ചില ഇഷ്യൂസുകൾ ഇങ്ങനെ ചർച്ചകളിലൊക്കെ വാദപ്രതിവാദങ്ങളായിട്ട് ഉന്നയിച്ച് എവിഡൻസ് ഒക്കെ കൊണ്ടുവന്ന് തന്നെ നമുക്കറിയാം ചർച്ചകളിൽ മറ്റു പുറത്തു നിന്നുള്ള അല്ലേ ഔട്ട്സൈഡേഴ്സിനോടെയും ഇൻവോൾവ് ഒക്കെ ചെയ്ത് ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഫൈനലൈസേഷനിൽ അല്ലെ ചില ലോകൾക്ക് തന്നെ, നിയമങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഭേദഗതികൾ വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് നിയമങ്ങൾക്ക് ഭേദഗതികളൊക്കെ വരുത്തി എന്താണ് നമ്മുടെ അല്ലെ രാജ്യം തന്നെ സമാധാനത്തോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന ഒരു പ്രോസസ്സ് അത് ആണ് തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിലുള്ള സമാധാന അന്തരീക്ഷം രാജ്യത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൽ നടക്കുന്നത്? തീർച്ചയായിട്ടും നെഗോഷിയേഷൻ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. ഇരുകൂട്ടരുടെയും പ്രശ്നങ്ങൾക്ക് അവിടെ ഒരു വാദപ്രതിവാദത്തിൽ നിന്ന് ഒരു ഫൈനലൈസേഷൻ, ഒരു എഗ്രിമെന്റിലേക്ക് എത്തിക്കുന്നു. ആ എഗ്രിമെന്റ് പിന്നീട് ലോ ആയിട്ട് മാറിയിട്ടാണ് സമാധാന അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നത്. Okay, hence collective bargaining results in a consent called a union contract, collective agreement or a labor contract. അപ്പോൾ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്? യൂണിയൻ കോൺട്രാക്ട് അല്ലെങ്കിൽ കളക്റ്റീവ് എഗ്രിമെന്റ് ഓർ ലേബർ കോൺട്രാക്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ഒരു അല്ലെ ഫൈനൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും എഗ്രിമെന്റോ എന്തെങ്കിലും കോൺട്രാക്റ്റുകൾ അല്ലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിയമങ്ങൾ അത് തീർച്ചയായിട്ടും നമുക്ക് രൂപീകരിച്ച് നൽകുന്നു. അതനുസരിച്ചിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഓക്കെ, കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ നമുക്ക് ലാസ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒരു 4-5 പേജ് കളക്റ്റീവ് ബാർഗെയിനിങ് മാത്രമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ളത്? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലേബർ ലെജിസ്ലേഷൻ ആണ്. എന്താണ് ലേബർ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്? In order to improve health and welfare of workers, labor legislation came into existence. നമ്മളിപ്പോ കണ്ടു തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂണിയനൊക്കെ നിലകൊള്ളുന്നു. അതേപോലെ തന്നെ ഇഷ്യൂസുകളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം കണ്ടു. അതേപോലെ തന്നെ തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമാവലികൾ തീർച്ചയായിട്ടും ലേബർ ലെജിസ്ലേഷൻ ഒക്കെ ഉണ്ട്. അതും തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട് അല്ലെ. നമുക്കറിയാം ഹസാർഡ്സ് അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് മുൻകരുതലുകളൊക്കെ എടുത്തതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തൊഴിലാളികളെ അനുവദിക്കുകയുള്ളൂ അല്ലെ. എന്തെങ്കിലും പൊട്ടിത്തെറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ നമുക്കറിയാം കോവിഡ് പോലെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ആണ് അല്ലെ രോഗികൾക്ക് വേണ്ടിയിട്ട് എന്താണ് അവിടെയുള്ള സ്റ്റാഫുകൾ കൈകാര്യം ചെയ്ത് ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസ് ആ പ്രിപ്പറേഷൻസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ?
ആ തൊഴിൽ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ലാസ്റ്റ് വണ് ഗ്രീവൻസ് റിഡ്രസൽ. ഓക്കെ, നമ്മള് ഒരു ഇൻഡസ്ട്രി ആവുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് പോകണം അല്ലെ. നിയമങ്ങളെല്ലാം ഫേവറബിൾ ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്സിലൂടെ പരിഹരിക്കണം. തൊഴിലാളികളെ ഉൾപ്പെടുത്തി ഡിസിഷൻ മേക്കിംഗ് നടത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ പറയുന്നത് ഗ്രീവൻസ് റിഡ്രസൽ. എംപ്ലോയീസ് ഗ്രീവൻസ് are connected to the contract, work rule or regulations, policy, procedure, health and safety regulations, past practice, changing the cultural norms unilaterally, individual victimization, wage, bonus, etc. അതായത് എംപ്ലോയിക്ക് പരാതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള പരാതികളുണ്ട് അല്ലെ. തൊഴിലാളികൾക്ക് സാലറി പ്രശ്നം മാത്രമല്ല ഒരു ഓർഗനൈസേഷനിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അല്ലെ. അവിടെ മിക്കവാറും നമുക്കറിയാം ചില നിയമങ്ങളൊന്നും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വർക്കിംഗ് ഡേയ്സ്, പ്രത്യേകിച്ച് നമുക്കറിയാം ഡ്രൈവേഴ്സിനൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉടനെ ഡേ ഡ്യൂട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും അല്ലെ. അവർക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ടുള്ള സമയങ്ങളൊക്കെ വേണം. തീർച്ചയായിട്ടും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അല്ലെ. സ്കൂളിൽ അവിടെ തീർച്ചയായിട്ടും എന്ന് പറയുന്ന റൂൾസ് റെഗുലേഷൻസ്, നടപടിക്രമങ്ങള്, അല്ലെങ്കിൽ നിയമങ്ങള്, നടപടിക്രമങ്ങള്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്, തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ആരോഗ്യവും സുരക്ഷാ കാര്യങ്ങള്, അതല്ലെങ്കിൽ അല്ലെ പഴയ കാലഘട്ടങ്ങളിൽ ഇവരെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചിട്ടായിരിക്കും ഈ കൂലിയൊക്കെ കൊടുക്കുന്നത്. അപ്പൊ പക്ഷെ നവഡേയ്സിൽ ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അത് ചിലപ്പോ എല്ലാവർക്കും അല്ലെ പിടിച്ചെന്ന് വരില്ല. അതല്ലാതെ ചേഞ്ചിങ് ദ കൾച്ചറൽ നോംസ് യൂണിലാറ്ററലി ചിലപ്പോ ആണെങ്കിൽ എല്ലാ മാനദണ്ഡങ്ങളൊക്കെ അല്ലെ ഒരേപോലെ തന്നെ പാലിച്ചെന്ന് വരില്ല. ഇതേപോലെ തന്നെയുള്ള ബിസിനസ് മറ്റിടങ്ങളിലുണ്ടെങ്കിൽ അവിടെ പാലിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും ആയിരിക്കില്ല ഇവർ പാലിക്കുന്നതെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഇഷ്യൂസുകൾ വരാം. ഇൻഡിവിജ്വൽ വിക്ടിമൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. അല്ലെങ്കിൽ ചില പേഴ്സൺസിനോട്, ചില വർക്കേഴ്സിനോടൊക്കെ പ്രത്യേകമായിട്ടുള്ള മമതയൊക്കെ കാരണം അല്ലെ അവിടെ എന്താണ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരുമ്പോൾ ചിലരോടൊക്കെ അവർ എഴുതി കാണിക്കുക. അതല്ലെങ്കിൽ വേജസ് പ്രശ്നങ്ങള് അല്ലെ. ഇൻ കേസ് ഓവർ ടൈം ചെയ്തിട്ടും അവർക്ക് സാലറി ഒന്നും കൂട്ടി കൊടുക്കുന്നില്ല എങ്കിൽ, ബോണസ് ആനുകൂല്യങ്ങളൊന്നും ലഭ്യമല്ല എങ്കിൽ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലംസുകൾ എംപ്ലോയീസ് ഏതൊരു ഓർഗനൈസേഷനിലും ഫേസ് ചെയ്യുന്നുണ്ടാവാം. എന്താണ് ഗ്രീവൻസ് ക്യാൻ ബി റിസോൾവ്ഡ് ത്രൂ ദ ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ. തീർച്ചയായിട്ടും ഇതിന്റെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. പഠിച്ചു കഴിയാറായില്ലേ? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടില്ലല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ നിഷാമിസ് അല്ലേ എടുക്കുന്നത്? ആരാ എടുക്കുന്നത്? ഗ്രീവൻസ് റിഡ്രസൽ ചാപ്റ്റർ ഇല്ലേ? തുടങ്ങിയിട്ടില്ലേ? അപ്പൊ അത് ഒരു വലിയ ശബ്ദം തന്നെ ഉണ്ട് പഠിക്കാനൊക്കെ ആയിട്ട്. നേരത്തെ പറഞ്ഞ മാത്രമല്ല കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കുന്ന മാതിരി തന്നെ പഠിക്കാനുണ്ട്. സക്സസ്ഫുൾ ആൻഡ് ഡൈനാമിക് വർക്ക് പ്ലേസ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് മസ്റ്റ് ബി ഡൺ എഫക്റ്റീവ്ലി. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അല്ലെ ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ, പരാതികളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. എപ്പോഴും തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ഹാർമണിയസ് ആയിട്ടുള്ള ഇൻഡസ്ട്രി റിലേഷൻസ് അല്ലെ എല്ലാവർക്കും ഒരേപോലെ ഐക്യത്തോടുകൂടി ഫോളോ ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളൊക്കെയാണ് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് അല്ലെ. സക്സസ്ഫുൾ ആൻഡ് ഡൈനാമിക് വർക്ക് പ്ലേസ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് മസ്റ്റ് ബി ഡൺ എഫക്റ്റീവ്ലി. തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്തിക്കുന്നത് എപ്പോഴും അല്ലെ മാറ്റങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അമെൻമെന്റ്സ് ഒക്കെ വരുമ്പോൾ വരാനായിട്ടുള്ള സാധ്യതകൾ വരുന്നത് പ്രശ്നങ്ങൾക്ക് അല്ലെ പരിഹാരങ്ങൾ കണ്ടെത്തി കഴിയുമ്പോഴാണ്. തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ഹാൻഡ്ലിംഗ് നടത്തുമ്പോൾ നല്ല കാര്യക്ഷമമായിട്ട് തന്നെ ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു കമ്പനിയും ഇൻഡസ്ട്രിയും ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം അല്ലെ പരിഹാരങ്ങൾ അത് നല്ല രീതിയിൽ പരിഹരിച്ചു പോകുമ്പോൾ നല്ല രീതിയിലുള്ള നിയമങ്ങൾ അവിടെ തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്തു വരുന്നു. ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ഓർഗനൈസേഷനിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നല്ല ഐക്യത്തോടു കൂടി പോകുമ്പോൾ ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ സ്കോപ്പ് ഓഫ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ് നമ്മൾ കണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഒരിക്കലും തൊഴിലാളി ബന്ധം മാത്രമല്ല അവിടെ ഡിസിഷൻ മേക്കിംഗ് പങ്കാളിയാക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കില്ല. ഡിസ്പ്യൂട്ടുകളൊക്കെ സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം അവിടെ
തർക്കങ്ങളൊക്കെ വരുമ്പോൾ ട്രേഡ് യൂണിയനുകളൊക്കെ ആയിരിക്കും മധ്യസ്ഥം വഹിക്കുന്നത്, അല്ലെങ്കിൽ എംപ്ലോയേഴ്സിന്റെ ഓർഗനൈസേഷനൊക്കെ ആയിരിക്കും മധ്യസ്ഥം വഹിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ നല്ല രീതിയിൽ ഐക്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരം ചെയ്യുന്നതിന് നല്ല രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ സംഘടിപ്പിച്ച് ഒരു എഗ്രിമെന്റിലേക്ക് ഫൈനലൈസേഷനിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നിയമങ്ങൾ തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും നിയമങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഹെൽത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. അതെല്ലാം ഫോളോ ചെയ്ത് പോകണം. എല്ലാത്തിനും പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റുകയാണെങ്കിൽ, അല്ലെ, ഇത് നല്ല രീതിയിലുള്ള രീതിയിൽ തന്നെ പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ എഫക്റ്റീവായിട്ട് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്ത് കാണും അല്ലെ? കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ പ്രൊസീജിയർ ആണെന്ന് നോട്ട് ചെയ്താല്, ഒഫീഷ്യൽ പ്രൊസീജിയർ ദാറ്റ് കംപ്രൈസ് നെഗോഷിയേഷൻ ഇൻഫോർമേഷൻ ഷെയറിംഗ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ് റിസൾട്ടിങ് ഇൻ എഗ്രിമെന്റ്. ഓക്കെ, നമുക്കറിയാം ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ. ഓക്കെ, വായിച്ചു നോക്കേണ്ടതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമുക്കിപ്പോ ഒബ്ജക്റ്റീവ്സിലേക്ക് നോക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻസ് നോക്കാം. നമുക്കറിയാം ഈ എംപ്ലോയീസിന്റെ റിലേഷൻസ് നല്ല ബന്ധം വേണം എന്നുള്ളതിന് പ്രധാനമായിട്ട് ലക്ഷ്യങ്ങളുണ്ട്. കാരണം നമുക്കറിയാം അത് നല്ല രീതിയിൽ സൗഹൃദമായിട്ട് മുന്നോട്ട് പോയാലാണ് ഓർഗനൈസേഷന്റെ ഗോൾ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കും അല്ലെ? അപ്പൊ പോയിന്റ് ബൈ ആയിട്ട് അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. Following are the objectives of industry relations. First one, to protect workers and management's interest. ഓക്കെ, നമുക്കറിയാം നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് അല്ലെ, അവിടെ ഒരു ഡിസിഷൻ ഒക്കെ മേക്കിംഗ് വരുമ്പോൾ തൊഴിലാളികളെയും തൊഴിലുടമയും ഒന്നിച്ചു നിന്ന് നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്താ തൊഴിലുടമയുടെ എന്താണ് താല്പര്യമെന്നും തൊഴിലാളികളുടെ താല്പര്യം എന്താണെന്നും മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ? Protecting the well-being of our workers and management by creating excellent understanding and goodwill between the various sections that are responsible for production is the prime objectives of industrial relations. ഓക്കെ, വ്യവസായ ബന്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ്. അതായത് തൊഴിലുടമയെയും തൊഴിലാളികളെയും പരസ്പരം മനസ്സിലാക്കി പോകാൻ സാധിക്കും അല്ലെ? ഇത് മുടക്കി ചിലപ്പോ നമുക്കറിയാം ചില സ്റ്റാർട്ടിങ് ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ തൊഴിലുടമയുടെ ആദ്യത്തെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്ലെ പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു പേര് അല്ലെ, അത് സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അവർ താല്പര്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല സർവീസ് ആണ് അല്ലെ? അതാണ് മോസ്റ്റ്ലി അവർ ആഗ്രഹിക്കുന്നത് അല്ലെ? ഒരുപാട് നഷ്ടം സഹിക്കാതെ തന്നെ പബ്ലിക്കിന്റെ ഇടയിൽ നല്ലൊരു പേര് അത് നേടിയെടുക്കാനായിരിക്കും തൊഴിലുടമ ആഗ്രഹിക്കുന്നതെങ്കിൽ തൊഴിലാളികൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് മതിയായ സാലറിയിൽ അവര് അല്ലെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ജോലി ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് അല്ലെ? ഇപ്പൊ തൊഴിലുടമയും ആഗ്രഹിക്കുന്ന താല്പര്യം എന്താണ്, തൊഴിലാളികൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അതാണ് ഫസ്റ്റ്ലി ഉള്ള ഒബ്ജക്റ്റീവ് അല്ലെ? ഒരു നല്ലൊരു റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രമാണ് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക
to protect workers and management's interest. Then next one നോക്കാം, to improve economic status of workers. തൊഴിലാളികൾ എപ്പോഴും തൊഴിൽ ചെയ്യുന്നത് അല്ലെ, അവര് ഒരിക്കലും വെറുതെ പണിയെടുക്കാനായിട്ട് അല്ലെ, മാസങ്ങളോ വർഷങ്ങളോളൊക്കെ വെറുതെ പണിയെടുക്കാനായിട്ട് തൊഴിലാളി ആഗ്രഹിക്കില്ല. അവരുടെ സാമ്പത്തികാവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവര് തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യാനായിട്ട് വരുന്നത് അല്ലെ. മോസ്റ്റ്ലി നമുക്കറിയാം ചിലരെങ്കിലും ചിലപ്പോ വേണമെങ്കിൽ ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ട് ആണെങ്കിൽ അവര് റിലാക്സ് ചെയ്ത് മുന്നോട്ട് പോകുക അല്ലെ, അങ്ങനെ എന്താ പറയാ നല്ലൊരു സമയം ചെലവഴിക്കാന്നുള്ളൊരു കണ്ടീഷനിലൊക്കെ വരുന്നവരുണ്ടാവും. പക്ഷെ മോസ്റ്റ്ലി നമുക്കറിയാം ഫിനാൻഷ്യലി അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും തൊഴിലാളികൾ പ്രവർത്തിക്ക് വരുന്നത്. The aim of industrial relations is to enhance the economic standing of workers by increasing their wages and benefits and by assisting the workers in developing an effective budget. Okay, തൊഴിലുടമ നമുക്കറിയാം ഒരുപാട് റിസ്ക് എടുത്തിട്ട് തൊഴിലാളികൾക്ക് സാലറി അല്ലെ വാഗ്ദാനം ചെയ്യാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ അവർക്ക് ലഭ്യമാകണം അല്ലെ. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ്, ഫലപ്രദമായിട്ടുള്ള ഒരു ബഡ്ജറ്റിന്റെ ഇടയിലായിരിക്കും തൊഴിലാളികൾക്ക് അമിതമായ നല്ല രീതിയിലുള്ള സാലറി എന്നാൽ അവരെ മുഷിപ്പിക്കത്തക്ക തരത്തിൽ അവർക്ക് ആ ജോലിയിൽ നിന്ന് വശമായിട്ടുള്ള ഒരു വരുമാനം എല്ലാം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള വേജസ് അത് ഇൻക്രീസ് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിൽ വർഷമാണെങ്കിൽ പിന്നീട് അവർക്ക് ഇൻക്രീസ് ചെയ്ത് സാലറി മെച്ചപ്പെടുത്തി കൊടുക്കും അല്ലെ. ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനും കൂടി ഇത് ലക്ഷ്യമിടുന്നു. നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആകുമ്പോൾ മാത്രമാണ് ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് കുറച്ച് കൊടുത്ത് പിന്നീട് സാലറി കൂട്ടി കൊടുത്തുകൊണ്ട് അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഉയർത്താനായിട്ട് സാധിക്കുന്നത്. So the aim of industrial relations to enhance economic standing of workers by increasing their wages and benefits and by assisting the workers in developing an effective budget. വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലെ. നമുക്കറിയാം സ്റ്റാർട്ടർമാർക്ക് കുറച്ച് സാലറി ഒക്കെ കൊടുത്ത് വരുമ്പോ മറ്റുള്ളവർക്ക് സാലറിയും കൂട്ടി കൊടുക്കുമ്പോൾ ഒരുപാട് ബർഡൻ ആയിട്ടുള്ള റിസ്ക് തൊഴിലുടമ സഹിക്കേണ്ടി വരില്ല അല്ലെ. എല്ലാവർക്കും നല്ല സാലറി കൊടുക്കേണ്ട ഒരു ആവശ്യകത വരുന്നില്ല അല്ലെ. സ്റ്റാർട്ടിങ് ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ മിതമായ സാലറി ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ വലിയ ബർഡൻ ഇവിടെയും വരുന്നില്ല എന്നാൽ തൊഴിലാളികളും സംതൃപ്തരാണ്. കാരണം ഞങ്ങൾ ഇത്രയും ഇയർ കഴിഞ്ഞ് ഞങ്ങൾക്ക് അത്രയും സാലറി കിട്ടും എന്നുള്ള ഒരു എയിമോട് അല്ലെ ആ ഒരു അസംഷനോട് കൂടിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. To regulate control of government. നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് വ്യാവസായികമായിട്ടുള്ള ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന് ലഭ്യമാകണമെങ്കിൽ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ചില നിയമങ്ങളൊക്കെ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഹാൻഡിൽ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ദോസ് യൂണിറ്റ്സ് that are facing a constant loss or the ones where production is controlled for the benefit of the public. ഓക്കെ, അപ്പൊ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും എന്താണ് അവിടെ ഗവൺമെന്റ് നിലകൊള്ളുന്നത് അല്ലെ. അപ്പൊ പബ്ലിക്കിന്റെ ഈ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇൻ കേസ് നഷ്ടം സംഭവിക്കാതെ നമുക്കറിയാം ചിലയിടത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊഴിലുടമയ്ക്ക് തന്നെ മുന്നേറാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഇതായതുകൊണ്ട് തന്നെ നിയമങ്ങളൊക്കെ അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ട് തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കൊക്കെ ഒരേപോലെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിനെ കൺട്രോളിംഗ് പവറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗവൺമെന്റിനും ഇതുകൊണ്ട് സാധിക്കും. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോഴാണ് ഇവരെ പ്രശ്നങ്ങളൊക്കെ ചർച്ചയിലൂടെയൊക്കെ അവിടെ അറിയിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അതിന്റെ പരിഹാരങ്ങൾ അല്ലെ. തൊഴിലുടമയ്ക്ക് നമുക്കറിയാം തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഘടനകളുണ്ട്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഗവൺമെന്റിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ അറിയിച്ചു മുന്നേറുമ്പോൾ അല്ലെ അവിടെ തൊഴിലുടമയ്ക്ക് മാത്രം വ്യവസായങ്ങളുടെ ചാൻസ് വരുന്നില്ല, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ക്ഷേമം മാത്രം അല്ലെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. കാരണം അവിടെ ഒരു കൺട്രോളിംഗ് പവർ ഗവൺമെന്റിനെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. To ensure workers' participation. ഓക്കെ, നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു നല്ലൊരു അല്ലെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഇൻവോൾവ്മെന്റ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. It aims at giving a chance to workers to express their views in management and participate in decision making. ഓക്കെ, നമ്മളിപ്പോ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചയൊക്കെ സംഘടിപ്പിക്കുന്ന എന്താ പ്രത്യേകത?
അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് മാനേജ്മെന്റിനെ അറിയിക്കാൻ, അല്ലെ, തൊഴിലുടമയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മാനേജ്മെന്റിനെ അറിയിക്കാനായിട്ട് സാധിക്കുന്നു. അതനുസരിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നു. Then it also increases workers' power to that so that their problems are solved through joint discussion between the workers and the management. Okay, നമുക്കറിയാം വർക്കേഴ്സിന്റെ പവർ, അല്ലെ, തൊഴിലുടമകൾക്കാണെങ്കിലും തൊഴിലാളികൾക്കാണെങ്കിലും പങ്കാളികളാവാനായിട്ടുള്ള ഒരു ചാൻസ് അതിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ എന്താണ് ഡിസിഷൻസ് ഒക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു, അല്ലെ. ഒരിക്കലും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഇല്ല എങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല. അതല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് ഒരുപാട് റിസ്ക് എടുത്തിട്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെ. ചർച്ചകൾ സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇരുകൂട്ടർക്കും ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഒരു എഗ്രിമെന്റിലേക്ക് എത്തിപ്പെടുന്നത്. സോ ടു എൻഷുർ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, അപ്പൊ അവരെയും കൂടി പങ്കാളിത്തം അവിടെ ഉറപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു എന്താ പറയുക ഒരു കമ്പൽ ചെയ്തിട്ടുള്ള ഒരു മുന്നോട്ട് അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. ടു ഡെവലപ്പ് ആൻഡ് സപ്പോർട്ട് ലേബർ യൂണിയൻസ്. എന്താണ് അവിടെ പറയുന്നത്? ഇറ്റ് ക്രിയേറ്റ്സ് ആൻഡ് പ്രൊമോട്ട്സ് ലേബർ യൂണിയൻസ് സോ ദാറ്റ് വർക്കേഴ്സ് സ്ട്രെങ്ത് ക്യാൻ ബി എൻഹാൻസ്ഡ്. ഓക്കെ, നമുക്കറിയാം തൊഴിലാളികളുടെ സംഘടനകൾ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികളുടെ മെമ്പർഷിപ്പ് അവിടെ കൂടുതലായിരിക്കണം, അല്ലെ. അവരുടെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ചിട്ടാണ് ആ തൊഴിൽ സംഘടനയ്ക്ക്, അല്ലെ, അവിടെ ഒരു പവർ ശക്തി നേടിയെടുക്കാൻ സാധിക്കുന്നു. തൊഴിലാളികൾ ഒറ്റക്കെട്ടാവുന്നതോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടും കൂടി ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും യൂണിയനുകൾക്ക് അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവറൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Creates and promotes labor unions so that workers' strength can be enhanced. വർക്കേഴ്സിന്റെ സ്ട്രെങ്ത് ഒന്നുകൂടി വികസിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ആരെ സപ്പോർട്ട് കിട്ടുന്ന യൂണിയന്റെ കൂടി ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ബാർഗെയിൻ ചെയ്യുന്നതിന് പകരം ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടും അവർക്ക് ലഭ്യമാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. കുറച്ചുകൂടി പോയിന്റ്സ് ഉണ്ട്. ഏതെങ്കിലും പോയിന്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ാണ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. To prevent industrial conflicts. എന്താണ് അടുത്ത് പറയുന്നത്? To prevent industrial conflicts. മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും തർക്കങ്ങൾ, വ്യവസായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മുൻകരുതലോട് കൂടിയിട്ട് കാണാനായിട്ട്, അല്ലെ. Another objective is to reduce the chance of industrial conflicts and cultivate peaceful relations that are vital characteristics of a productive workforce and industrial progress of a nation. ഓക്കെ, നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ, അല്ലെ, തൊഴിലുടമ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് മുൻകൂട്ടി പ്രശ്നം ഉണ്ടാവും, ഇന്ത്യയിലെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവിടെ പീസ്ഫുൾ ആയിട്ട് സമാധാനപൂർവ്വമായിട്ട് ഈ ഒരു ബന്ധം സ്ഥാപിച്ച് കൊണ്ടുപോകണമെങ്കിൽ, തർക്കങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകണമെങ്കിൽ
തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം അല്ലെ. അപ്പൊ അവര് എങ്ങനെ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അല്ലെ. ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡില് ചിലപ്പോൾ വേണമെങ്കിൽ ഇത്തരം റിസ്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ അത് വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചിലപ്പോൾ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് സ്വീകരിക്കണമെന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിന്റെ മോഡൽ മാറ്റാം എന്നൊക്കെ ഉള്ളൊരു രീതി അവലംബിച്ചുകൊണ്ട് അല്ലെ, നല്ലൊരു ബന്ധമുണ്ടെങ്കിലാണ് അവരോട് അത് ഷെയർ ചെയ്യാനും ആ രീതിയിൽ അവരെ കയ്യിലെടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് ഒക്കെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നു. വേരിയേഷൻസ് വരുത്തേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഈ കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഡെവലപ്പ് ചെയ്ത് വരുന്ന ബിസിനസ്സിലൊക്കെ അങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ്ലി നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോഴാണ് ഈ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്താനായിട്ട് സാധിക്കുള്ളൂ. Other objectives is to reduce the chance of industrial conflicts and cultivate peaceful relations that are vital characteristics of a productive workforce and industrial progress of nation. അവിടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് അല്ലെ, വ്യവസായവൽക്കരണം നടപ്പാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല രീതിയിൽ സമാധാനപൂർവമായ അന്തരീക്ഷം സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ സമാധാനപൂർവ്വ അന്തരീക്ഷം സ്ഥാപിക്കണമെങ്കിൽ എന്താണ്, നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ആവശ്യമാണ് അല്ലെ. നമുക്ക് അറിയാം ഇൻ കേസ് ചിലപ്പോൾ ഉത്പാദിപ്പിച്ച് കഴിയുമ്പോൾ ഇൻ കേസ് കയറ്റുമതി അല്ലെ, എന്താണ് അവിടെ എക്സ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉത്പാദിപ്പിച്ചതൊക്കെ നഷ്ടമായിട്ടു അല്ലെ. അപ്പൊ അത് അവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ചാൻസ് ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് എക്സ്പോർട്ട് ഒക്കെ ചെയ്തിട്ട് അവിടെ ഒരു വിപണിയൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നോക്കാം എന്താണ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്, തർക്കങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു ബന്ധം ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ തർക്കങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ ചിലപ്പോഴെങ്കിൽ രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കും അവര് റിലേഷൻഷിപ്പിന് ഒരു അല്ലെ ഒരു ഒന്നും കൂടി ഒരു ചിലപ്പോഴെങ്കിൽ ഗ്യാപ്പിട്ട് നിൽക്കും, ചിലപ്പോഴെങ്കിൽ അവരൊന്നും കൂടി അല്ലെ അടുത്ത് നിൽക്കും. അതിനുശേഷം അല്ലെ അവരവരുടേതായിട്ടുള്ള ആ മുൻകരുതലുകൾ എപ്പോഴും ഇൻഡസ്ട്രി കീപ്പ് ചെയ്യും. അത് കീപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം. ടു റെഡ്യൂസ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. ഓക്കെ, നമുക്കറിയാം ഇപ്പോ തൊഴിലാളികളുടെ ഇടയിൽ തന്നെ അല്ലെ നമുക്ക് തൊഴിലുടമകളും തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഇവര് അല്ലെ ചിലപ്പോൾ സ്ട്രൈക്കിന് സാധ്യതയുണ്ട് കേട്ടോ എന്ന് പെട്ടെന്ന് മനസ്സറിയാനായിട്ട് സാധിക്കുമെന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ് അവര് നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ്. Getting rid of strikes, lockouts and heroes to the maximum extent to the maximum extent by granting suitable wages, better life and workplace environment and promised perks and benefits are the main objectives of industry relations. Okay, in case of wages മതിയായ രീതിയിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ വർക്ക് പ്ലേസ് വർക്കിംഗ് കണ്ടീഷൻസ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസുകളൊക്കെ അത് തിരിച്ചറിയാനായിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്നൊക്കെ തിരിച്ചറിയാനൊക്കെ ആയിട്ട് സാധിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാനായിട്ട് തൊഴിലുടമകൾക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ സ്ട്രൈക്ക് ലോക്കൗട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. തൊഴിലുടമ ഈ പറഞ്ഞ മാത്രമേ തൊഴിലാളികളൊക്കെ ആയിട്ട് യാതൊരു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാതെ വല്ലപ്പോഴും മീറ്റിങ്ങിനൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവുന്നതൊന്നും നേരത്തെ കുട്ടി അറിയാനൊന്നും അവർക്ക് സാധിക്കില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, തൊഴിലാളികളൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴായിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും അതിനൊരു പീസ്ഫുൾ ആയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ വരുന്നു. അപ്പൊ അത് വരുന്നേക്ക് മുമ്പ് തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തി പോകാനായിട്ട് സാധിക്കും. So to sustain industrial democracy, എന്താണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി നിലനിർത്തുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഓൾസോ എയിംസ് ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ industrial democracy which is based on a labor partnership in a profit making. ഓക്കെ, നമുക്കറിയാം തൊഴിലുടമ ഒരിക്കലും നഷ്ടത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല അല്ലെ. എവിടെയെങ്കിലും ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു എയിം ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത് അല്ലെ. This enables individuals to develop their personality fully so that they can work for the benefit of the industry and of course for the nation. ഓക്കെ, നമുക്കറിയാം അവിടെ തൊഴിലാളികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ വരികയാണെങ്കിൽ തൊഴിലുടമ പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവര് അങ്ങനെയായിരിക്കും ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരുപാട് അല്ലെ അത്യാവശ്യം പ്രോഫിറ്റ് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും തൊഴിലുടമ ചിന്തിക്കുകയാണ് ഇവരുടെ എഫോർട്ട് കൊണ്ടാണല്ലോ അല്ലെ, ഈ എംപ്ലോയീസിന്റെ കഠിന പ്രയത്നം കൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് നേടിയെടുക്കാൻ സാധിച്ചത്. സോ അവർക്കും കൂടെയും കുറച്ച് ഷെയർ ചെയ്യാം അല്ലെ. അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലൊക്കെയാണ് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവുക അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മനോഭാവം ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് അവിടെ എന്താണ് ഇൻഡിവിജ്വൽ ടു ഡെവലപ്പ് ദെയർ പേഴ്സണാലിറ്റി ഫുള്ളി സോ ദാറ്റ് ദേ ക്യാൻ വർക്ക് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ ഇൻഡസ്ട്രി അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ഒരു കമ്മിറ്റ്മെന്റ് ആ ഇൻഡസ്ട്രിയോട് തന്നെ തോന്നും അവർക്ക് അല്ലെ. ഇത്രയും ലാഭം വന്നപ്പോ നമുക്ക് ഇത്രയൊക്കെ ഷെയർ ചെയ്ത് തന്നല്ലോ അല്ലെ. അപ്പൊ ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കറിയാം പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഓർഗനൈസേഷനോട് സാധിക്കും. അത് ദേശീയം ഉപകാരപ്രദം തന്നെയാണ്. ദേശീയമായിട്ടും ദേശീയകരമായിട്ടും എന്താണ് നമുക്കറിയാം ആ നേഷൻ ഡെവലപ്പ് ചെയ്ത് മുന്നേറാനായിട്ട് സാധിക്കും. Then to increase the productivity, ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുമ്പോൾ അല്ലെ. Another objective is to industrial relations is to enhance productivity to superior level by ensuring that employees work with the full strength. Okay, നമുക്കറിയാം എന്താണ് അവിടെ സുപ്പീരിയർ ലെവലിലൊക്കെ അവർ ഉറപ്പ് വരുത്താണ് അവരെ മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അവിടെ അങ്ങനെ ഉറപ്പ് വരുത്താനായിട്ട് സാധ്യമാകുന്ന എപ്പോഴാണ് നല്ല റിലേഷൻഷിപ്പ് അതുകൊണ്ടാണ് അല്ലെ. നല്ലൊരു ബന്ധം ഉണ്ടാകുമ്പോൾ അവര് കൃത്യമായിട്ട് തന്നെ പറയും ഇന്ന ടൈമിനുള്ളിൽ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ, ഇന്ന രീതിയിൽ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്കറിയാം ഫുൾ സ്ട്രെങ്ത് അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും ആ ഒരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. Okay, last one നോക്കാം. To provide a proprietary interest. To provide a proprietary interest എന്ന് പറയുന്നത് finally it provides ownership to the workers in the organization where they are working. Okay, ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് ഒരു ഓണർഷിപ്പ് വർക്കേഴ്സിന് അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്കറിയാം അവരുടെ ബിസിനസ് ആണെന്ന് തോന്നിപ്പോകുമ്പോൾ ആര് ചിലപ്പോ വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. കാരണം അവർക്ക് അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ സ്ഥാപിക്കുന്നത് കൊണ്ടാണ്. The objectives of industrial relations is to fill the gap between the different sections of the industry and society and reform the complicated social relationship be developing as a result of technological progress by engaging and monitoring members and adjusting their conflicting industry. Okay, അതായത് ഇതിനെ നമുക്കറിയാം നല്ലൊരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഏകോപനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇൻഡസ്ട്രിക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകാൻ സാധിക്കും. കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷനിലൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒരു വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട് മുന്നോട്ടുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അല്ലെ, കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഇൻ കേസ് നമുക്കറിയാം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പുതിയ മെഷീൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, എനിവേ എന്ത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള പ്രോഗ്രസ് വരികയാണെങ്കിലും അത് നിരീക്ഷിച്ചറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എംപ്ലോയീസും തയ്യാറായിരിക്കും. കാരണം നല്ല റിലേഷൻഷിപ്പാണ് അവിടെ കീപ്പ് ചെയ്ത് പോകുന്നതെങ്കിൽ. അപ്പൊ തീർച്ചയായിട്ടും അത് എന്താണ് പ്രൊപ്രൈറ്ററി ഇൻട്രസ്റ്റ് അവർക്ക് നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റ് അല്ലെ അവിടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അത് ഉടമസ്ഥരുടെ തന്നെ ആ ഇൻട്രസ്റ്റ് പോലെ തന്നെ അവിടെ എംപ്ലോയീസും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ മുന്നേറാനായിട്ട് അതുകൊണ്ട് സാധിക്കും. ഓക്കെ, ഏതെങ്കിലും ഫൈനൽസ് ഡൗട്ട് ഉണ്ടോ? അയച്ചു നോക്കാം. ഒന്നിച്ചെടുത്ത് പോയി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായാലും സമയം ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴാണെങ്കിലും ചോദിക്കാം. ഓക്കെ ആണോ? എന്തെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? എന്തായാലും അയച്ചിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.